നമസ്കാരം. ടെലിവിഷൻ ചാനലുകളുടെ റേറ്റിംഗ് പരിശോധിക്കുന്ന ബാർക്കിൻ്റെ ഈ ആഴ്ചത്തെ വിശകലന റിപ്പോർട്ട് പുറത്തു വന്നിട്ടുണ്ട്. കഴിഞ്ഞ ആഴ്ചത്തെ റേറ്റിംഗ് പരിശോധിക്കുന്ന റിപ്പോർട്ടാണ്. ചാനലുകൾ തുടർച്ചയായ രണ്ടാമത്തെ ആഴ്ചയും താഴേക്ക് ഇടിയുന്ന കാഴ്ചയാണ് കാണുന്നത്. നേരത്തെ 4 ആഴ്ച, ഒരു മാസം തുടർച്ചയായി വൻ ഉയർച്ച രേഖപ്പെടുത്തിയതിന് ശേഷം കഴിഞ്ഞ ആഴ്ച മുതലാണ് ഇടിവ് രേഖപ്പെടുത്തുന്നത്. നമ്മൾ അതുമായി ബന്ധപ്പെട്ട് വിശദമായി റേറ്റിംഗ് പരിശോധിച്ചതിന് ശേഷം ഈ വീഡിയോയിൽ സംസാരിക്കും. ഈ വീഡിയോയിൽ ആദ്യം ന്യൂസ് ചാനലുകളുടെ സ്ഥാനക്രമം പറയും, അതിനുശേഷം അവരുടെ പോയിന്റുകൾ പരിശോധിക്കാം. മൂന്നാമതായി വിനോദ ചാനലുകളുടെ റേറ്റിംഗും പരിശോധിക്കും. മറ്റെന്തെങ്കിലും ചേർക്കാനുണ്ടെങ്കിൽ അതുമായി ബന്ധപ്പെട്ട് ഇതിൻ്റെ ഒടുവിൽ സംസാരിക്കാം. നമുക്ക് നേരിട്ട്, നിങ്ങൾ പലതവണ പറഞ്ഞിട്ടുള്ളതുപോലെ തന്നെ നേരിട്ട് പോയിൻ്റ് നിലയിലേക്കും സ്ഥാനക്രമത്തിലേക്കും കടക്കാം. ന്യൂസ് ചാനലുകളിൽ ഈ ആഴ്ചയുള്ള ഈ പട്ടികയിൽ കാണുന്ന ഒരു കൗതുകം, 10 ചാനലുകളാണ് മലയാളത്തിൽ ന്യൂസ് ചാനലുകളിൽ രേഖപ്പെടുത്തി ബാർക്ക് റേറ്റിംഗ് പരിശോധിക്കുന്നത്. ഈ 10 ചാനലുകളിൽ ഒരു ചാനൽ കൂടി ഔട്ടായി എന്നുള്ളതാണ്. രാജ് ന്യൂസ് ഈ ആഴ്ച മുതൽ ബാർക്കിൻ്റെ റേറ്റിംഗ് റിപ്പോർട്ടിലില്ല. ഏഷ്യാനെറ്റ് ന്യൂസ്, 24, മനോരമ ന്യൂസ്, മാതൃഭൂമി ന്യൂസ്, റിപ്പോർട്ടർ, മീഡിയ 1, ജനം, കൈരളി, ന്യൂസ് 18 കേരളം, ഇത്രയും 9 ചാനലുകളാണ് ഈ ആഴ്ചത്തെ റിപ്പോർട്ടിൽ ഉള്ളത്. 9 ചാനലുകളുടെ സ്ഥാനക്രമം നമുക്ക് ആദ്യം പരിശോധിക്കാം. ഏഷ്യാനെറ്റ് ന്യൂസാണ് 1-ാം സ്ഥാനത്ത്, പതിവ് പോലെ തന്നെ. 24 2-ാം സ്ഥാനത്ത്, മനോരമ ന്യൂസ് 3-ാം സ്ഥാനത്ത്, മാതൃഭൂമി ന്യൂസ് 4-ാം സ്ഥാനത്ത്, റിപ്പോർട്ടർ TV 5-ാം സ്ഥാനത്ത്, ജനം TV 6-ാം സ്ഥാനത്ത്, കൈരളി ന്യൂസ് 7-ാം സ്ഥാനത്ത്, മീഡിയ 1 8-ാം സ്ഥാനത്ത്, ന്യൂസ് 18 കേരളം 9-ാം സ്ഥാനത്ത് എത്തിയിട്ടുണ്ട്. ഇങ്ങനെ ആണ് സ്ഥാനക്രമം. കഴിഞ്ഞ ആഴ്ചയിൽ നിന്ന് വ്യത്യസ്തമായി ജനം TV ഒരു പടി മുന്നോട്ട് കയറിയിട്ടുണ്ട് എന്നുള്ളതാണ് ചൂണ്ടിക്കാണിക്കാനുള്ള ഒരു കാര്യം. ജനം TV മുന്നോട്ട് വരുമ്പോൾ കൈരളി താഴോട്ട് പോയി. അതാണ് ഈ ആഴ്ചത്തെ ഒരു വ്യത്യാസം. മറ്റ് വ്യത്യാസങ്ങൾ രാജ് ന്യൂസ് ഇല്ല എന്നുള്ളതാണ്. ന്യൂസ് 18 കേരളം ന്യൂസ് ചാനലുകളിൽ ഏറ്റവും അവസാനത്തെ പൊസിഷനിലാണ് നിൽക്കുന്നത്. നേരത്തെ ആണെങ്കിൽ രാജ് ന്യൂസ് 10ാമതായിട്ടുണ്ട് എന്നെങ്കിലും പറയായിരുന്നു. ഇപ്രാവശ്യം 9 വരെ ചാനലുകളായത് കാരണം 9ാം സ്ഥാനത്താണ്, അവസാനത്തെ സ്ഥാനത്താണ് ന്യൂസ് 18 കേരളം നിൽക്കുന്നത്. ഇനി പോയിൻ്റ് നിലയിലേക്ക് കടക്കാം. ഈ ആഴ്ചത്തെ പോയിൻ്റ് നിലയിൽ ഞാൻ പറഞ്ഞതുപോലെ എല്ലാ ചാനലുകൾക്കും ഇടിവാണ്. ജനം TVക്ക് മാത്രമാണ് ഒരു കാര്യമായ മുന്നേറ്റം ഉണ്ടായത്. അവരുടെ പോയിൻ്റ് നില സംബന്ധിച്ച് കാര്യമായ മുന്നേറ്റമാണ്. 3.95 പോയിൻറ്റിൻ്റെ വർധന രേഖപ്പെടുത്തി. ബാക്കി എല്ലാ ചാനലുകളും നെഗറ്റീവ് മാർക്ക് രേഖപ്പെടുത്തുമ്പോഴാണ് ഇവർക്ക് ഈ കുതിപ്പുണ്ടായത് എന്നുള്ളത് ശ്രദ്ധേയമായ കാര്യമാണ്. 1-ാം സ്ഥാനത്ത് ഏഷ്യാനെറ്റ് ന്യൂസാണ്. ഏഷ്യാനെറ്റ് ന്യൂസിൻ്റെ പോയിൻ്റ് നിലയിൽ 3.38ൻ്റെ ഇടിവാണ് രേഖപ്പെടുത്തിയത്. 140.43 എന്ന പോയിൻ്റ് നില ആയിരുന്നു തൊട്ട് മുമ്പത്തെ ആഴ്ച. 3.38 പോയിൻ്റ് ഇടിഞ്ഞ് 137.05 പോയിൻറ്റിലേക്കാണ് ഏഷ്യാനെറ്റ് ന്യൂസ് എത്തിയിട്ടുള്ളത്. 2-ാം സ്ഥാനത്ത് 24 ആണ്. 24ന് അത്രയും കുറഞ്ഞിട്ടില്ല. 1.07ൻ്റെ കുറവാണ് 24ന് ഉണ്ടായിട്ടുള്ളത്. 102.9 പോയിൻ്റ് ആയിരുന്നത് 1.07 കുറഞ്ഞ് 101.83ലേക്ക് എത്തി എന്നുള്ളതാണ്. 100ൽ കുറഞ്ഞിട്ടില്ല ടോട്ടൽ പോയിൻ്റ്. ഏഷ്യാനെറ്റും 24ഉം മാത്രമാണ് 100 ക്ലബിൽ ഉള്ളത്. അതേസമയം തന്നെ ഏഷ്യാനെറ്റുമായുള്ള അകലം, ഈ പോയിൻ്റ് നിലയുടെ കുറവ് കാരണം ഏഷ്യാനെറ്റുമായുള്ള അകലം കുറഞ്ഞിട്ടുണ്ട് എന്നുള്ളതാണ്. 36 പോയിൻറ്റിൻ്റെ വ്യത്യാസമാണ് 1-ാം സ്ഥാനത്തിൽ ഏഷ്യാനെറ്റുമായി 24 ഇപ്പോൾ ഉള്ളത്. ഇനി മനോരമയാണ് 3-ാം സ്ഥാനത്ത്. മനോരമയ്ക്ക് 1.33 പോയിൻറ്റിൻ്റെ കുറവുണ്ടായി. 69.46 പോയിൻ്റ് ആയിരുന്നത് 68.13 പോയിൻ്റായി കുറഞ്ഞു മനോരമയ്ക്ക്. ഈ 1.33ൻ്റെ കുറവ് രേഖപ്പെടുത്തിയത് അങ്ങനെയാണ്. 68.13 പോയിൻ്റ്. അങ്ങനെ മനോരമ 3-ാം സ്ഥാനത്ത് തുടരുകയാണ്. 4-ാം സ്ഥാനത്ത് മാതൃഭൂമി ന്യൂസാണ്. മാതൃഭൂമിക്ക് തൊട്ട് മുമ്പത്തെ ആഴ്ച 60.52 പോയിൻ്റ് ആയിരുന്നു. ഈ ആഴ്ച 0.28ൻ്റെ കുറവാണുള്ളത്. 60.52 പോയിന്റിൽ നിന്ന് 0.28 കുറഞ്ഞ് 60.24ലേക്ക് മാതൃഭൂമി എത്തി. അതായത് മനോരമ 3-ാം സ്ഥാനത്ത് 68.13 പോയിൻ്റാണ്. മാതൃഭൂമി 4-ാം സ്ഥാനത്ത് 60.24 പോയിൻ്റാണ്. ഏകദേശം ഒരു 8 പോയിൻ്റോളം വ്യത്യാസത്തിലാണ് 3-ാം സ്ഥാനത്തുള്ള മനോരമയുമായി മാതൃഭൂമി വ്യത്യാസപ്പെട്ട് 4-ാം സ്ഥാനത്ത് നിൽക്കുന്നത്. കഴിഞ്ഞ 2 ആഴ്ചയായിട്ട് മനോരമയ്ക്ക് കാര്യമായ മുന്നേറ്റം ഉണ്ടായിരുന്നു എന്നുള്ളത് കൂടി ആലോചിക്കുമ്പോഴാണ് ഈ കുറവിൻ്റെ ഗൗരവം കൂടുന്നത്. 5-ാം സ്ഥാനത്ത് റിപ്പോർട്ടറാണ്. റിപ്പോർട്ടർ TVയുടെ പോയിൻ്റ് 1.57ൻ്റെ കുറവ് രേഖപ്പെടുത്തിയിട്ടുണ്ട്. 35.45 പോയിൻ്റ് ആയിരുന്നത് 1.57 കുറഞ്ഞ് 33.88 പോയിൻറ്റിലേക്ക് റിപ്പോർട്ടർ TV എത്തി. റിപ്പോർട്ടർ TV മൊത്തത്തിൽ ഇപ്പം സ്ക്രീനിൽ തന്നെ വലിയ മാറ്റങ്ങൾ കാണുന്നുണ്ട്. രാവിലെ അവരുടെ ഒരു ഗുഡ് മോർണിംഗ് ഷോയൊക്കെ കോഫി വിത്ത് അരുൺ എന്നുള്ളതൊക്കെ മാറ്റിയിട്ട് എല്ലാവരും കൂടി ഇരുന്നിട്ടുള്ള വർത്തമാനം തുടങ്ങിയിട്ടുണ്ട്. എല്ലാ സമയത്തും ഈ 4-5 പേര് ഇരുന്നിട്ടുള്ള
ഇൻട്രാക്ഷനാണ്. ഇപ്പോൾ രാവിലെയുള്ള അവരുടെ ഇൻട്രാക്ഷൻ കൗതുകകരമായിട്ട് മുന്നോട്ട് പോകുന്നുണ്ട്. അത് ഏത് തരത്തിൽ ചാനലിന് ഗുണകരമായി ബാധിക്കുമെന്ന് വരുന്ന ആളുകളിലെ റേറ്റിംഗ് നോക്കിയാലേ മനസ്സിലാവുള്ളൂ. എന്തായാലും 5-ാം സ്ഥാനത്ത് റിപ്പോർട്ടർ, 6-ാം സ്ഥാനത്താണ് കാര്യമായ മാറ്റം ഈ ആഴ്ചയുള്ളത്. 6-ാം സ്ഥാനത്ത് കൈരളി ന്യൂസ് ആയിരുന്നു. 6-ാം സ്ഥാനത്ത് കൈരളി ന്യൂസ് ആയിരുന്നു. ജനം TV കൈരളി ന്യൂസിനെ മറികടന്ന് 6-ാമത് എത്തി എന്നുള്ളതാണ് ഈ ആഴ്ചത്തെ റേറ്റിംഗ് ചാർട്ടിൻ്റെ ഒരു പ്രത്യേകത. ജനം TVയുടെ പോയിന്റ് നില 29.53 എത്തി. അതായത് അവർക്ക് ഈ ആഴ്ച 3.95 വർധനയാണ് ഉണ്ടായത്. കഴിഞ്ഞ ആഴ്ചത്തെ 25.58 പോയിന്റ് എന്നുള്ളത് 3.95 വർദ്ധിച്ച് 29.53 എത്തി. അത് ജനം TVയെ സംബന്ധിച്ച് കാര്യമായ വർധനയാണ്. അവർ 30 കടക്കാൻ ഉള്ള സാഹചര്യം ഓരോ ആഴ്ചയും ഇങ്ങനെ തേടുന്നതായിട്ട് നമുക്ക് ഈ പോയിന്റ് നില നോക്കുമ്പോൾ മനസ്സിലാവും. ഈ ആഴ്ച എന്തായാലും അവർ മുന്നോട്ട് വന്നിരിക്കുന്നു. ഒരുപക്ഷെ തെരഞ്ഞെടുപ്പ് സാഹചര്യങ്ങൾ മാറുന്നു, വാർത്തയുടെ സ്വഭാവങ്ങൾ മാറുന്നു എന്നുള്ളതൊക്കെ ആയിരിക്കാം കാരണം. എന്തായാലും 6-ാം സ്ഥാനത്ത് ജനം TV എത്തി. 7-ാം സ്ഥാനത്ത് കൈരളി ന്യൂസ് ഉണ്ട്. കൈരളി ന്യൂസിന് 1.42 കുറവുണ്ടായി. അങ്ങനെയാണ് അവർ ആ സ്ഥാനം നഷ്ടപ്പെടുത്തിയത്. 30.12 എന്ന പോയിന്റിൽ നിന്ന് 1.42 കുറഞ്ഞ് 28.7 പോയിന്റിലേക്കാണ് കൈരളി എത്തിയത്. 8-ാം സ്ഥാനത്ത് മീഡിയ വണ്ണാണ്. മീഡിയ വണ്ണിന് 1.91 കുറവാണ് രേഖപ്പെടുത്തിയത്. തൊട്ട് മുമ്പത്തെ ആഴ്ച 28.5 ആയിരുന്നത് 1.91 കുറഞ്ഞ് 26.59 മീഡിയ വൺ എത്തി. 9-ാം സ്ഥാനത്ത് ന്യൂസ് 18 കേരളം. ന്യൂസ് 18 കേരളത്തിന് 0.2 പോയിന്റിൻ്റെ കുറവേ ഉള്ളൂ. 18.88 പോയിന്റ് ആയിരുന്നത് 0.2 കുറഞ്ഞ് 18.68 പോയിന്റായി. അങ്ങനെയാണ് ന്യൂസ് 18 കേരളം 9-ാം സ്ഥാനത്ത് തുടരുന്നത്. മെയിൽ 22+ ABC എന്ന സെക്ഷനാണ് നമ്മൾ പരിശോധിക്കുന്നത്. ആ വിഭാഗത്തിലാണ് ഈ സ്ഥാനക്രമവും പോയിന്റും നിലവിലുള്ളത്. മറ്റ് വിഭാഗത്തിലും വലിയ വ്യത്യാസമൊന്നും ഉണ്ടാവില്ല, ചെറിയ ഏറ്റക്കുറച്ചിലുകൾ കാണാം. അതിൻ്റെ ഒരു സ്വഭാവം വ്യത്യാസപ്പെട്ട് കിടക്കുമല്ലോ. ഓരോ ചാനലുകളും കാണുന്നതിൻ്റെ ഗ്രൂപ്പിൻ്റെ വ്യത്യാസത്തിലുള്ള മാനദണ്ഡ വ്യത്യാസം അതിനകത്തുണ്ടാവും. എന്തായാലും ഈ ആഴ്ചത്തെ റേറ്റിംഗ് നിലയിലെ പ്രധാനപ്പെട്ട കാര്യം ഇതാണ്. വലിയ തോതിൽ ചാനലുകൾക്ക് റേറ്റിംഗിൽ പോയിന്റിൽ ഇടിവുണ്ടായി. അതിൽ ജനം TV ഒരു സ്ഥാനം മെച്ചപ്പെടുത്തി എന്നുള്ളതാണ് ന്യൂസ് ചാനലുകളുടെ വ്യത്യാസം. വാർത്തയിലുണ്ടായ മാറ്റങ്ങളുണ്ട്. പ്രധാനപ്പെട്ട കാര്യം ഒരു മുഖ്യമായി മുന്നിലേക്ക് വരുന്നത് നമുക്ക് പെട്ടെന്ന് നോക്കുമ്പോൾ അയോധ്യ സംഭവം തന്നെയാണ്. അയോധ്യയിലെ ഉദ്ഘാടനവുമായി ബന്ധപ്പെട്ടുള്ള വിവാദങ്ങളൊക്കെ ഈ പോയിന്റ് നില വന്ന ആഴ്ചയിലാണ് ആരംഭിച്ചതും സജീവമായതുമൊക്കെ. കോൺഗ്രസ് പങ്കെടുക്കുമോ, CPM പങ്കെടുക്കില്ല എന്നൊക്കെയുള്ള തർക്കങ്ങളൊക്കെ ഉണ്ടായ ആഴ്ചയാണ്. ആഴ്ച കൂടുതൽ ദിവസവും ഒരുപക്ഷെ മറ്റ് ചാനലുകൾ, ഏഷ്യാനെറ്റ് അത്രയും പങ്കെടുത്തിട്ടുണ്ടോയെന്നറിയില്ല, അയോധ്യ വിഷയം ചർച്ച ചെയ്ത ദിവസങ്ങളായിരിക്കണം. എന്തായാലും അതിൻ്റെ തുടർച്ചയായി തൊട്ടടുത്ത ആഴ്ച കൂടി വരുമ്പോൾ നമുക്ക് മനസ്സിലാവും. തുടർച്ചയായ 3 ആഴ്ചയിലെ പോയിന്റ് നിലയിൽ ഇടിവ് രേഖപ്പെടുത്തുമ്പോൾ അത് ന്യൂസ് ചാനലുകൾക്ക് എങ്ങനെയാണ് ബാധിക്കുക എന്നുള്ളത്. എന്തായാലും 2-ാമത്തെ ആഴ്ച തുടർച്ചയായി ന്യൂസ് ചാനലുകൾക്ക് റേറ്റിംഗിൽ ഇടിവുണ്ടായി എന്നുള്ളത് വാസ്തവമാണ്. ആ വസ്തുത തുടർ ആഴ്ചകളിൽ എങ്ങനെയാണ് ബാധിക്കുക, അതിൻ്റെ മറ്റ് തലത്തിലേക്ക് അത് മാറുമോ എന്നൊക്കെ നമുക്ക് അറിയാൻ കാത്തിരിക്കേണ്ടതുണ്ട്. ഇനി നമുക്ക് വിനോദ ചാനലും കൂടി പരിശോധിക്കാം. വിനോദ ചാനലുകളുടെ റേറ്റിംഗിലും കാര്യമായ വ്യത്യാസങ്ങൾ കഴിഞ്ഞ 2 ആഴ്ചയായിട്ട് ഉണ്ടായിക്കൊണ്ടിരിക്കുകയാണ്. ഈ ആഴ്ചയും ശുഭകരമായ കാഴ്ചയാണ്. ഏഷ്യാനെറ്റ് 1-ാം സ്ഥാനത്ത് മലയാളം വിനോദ ചാനലുകൾ നിൽക്കുകയാണ്, തുടരുകയാണ്. 795 പോയിൻ്റാണ് ഏഷ്യാനെറ്റിന് രേഖപ്പെടുത്തിയിട്ടുള്ളത്. 2-ാം സ്ഥാനത്ത് സി കേരളം 232 പോയിന്റ് നേടി. 3-ാം സ്ഥാനത്ത് ഫ്ലവേഴ്സ് TV 200 പോയിന്റോടുകൂടി നിൽക്കുന്നു. 4-ാം സ്ഥാനത്ത് സൂര്യ TV 198 പോയിന്റ്. 5-ാം സ്ഥാനത്ത് മഴവിൽ മനോരമ 190 പോയിന്റ്. 6-ാം സ്ഥാനത്ത് ഏഷ്യാനെറ്റ് മൂവീസ് 155 പോയിന്റ്. കൈരളി TV 7-ാം സ്ഥാനത്ത് 113 പോയിന്റ് ആയിട്ടുണ്ട്. കൈരളിക്ക് ഈ ആഴ്ച വലിയ മെച്ചം ഉണ്ടായിട്ടുണ്ട്. അവർ 100-ന് താഴെ പോയതായിരുന്നു, അതിൽ നിന്നും തിരിച്ചു വന്നു കഴിഞ്ഞ ആഴ്ച. ഈ ആഴ്ച 100-ന് മുകളിൽ കുറച്ച് മെച്ചപ്പെട്ട നിലയിൽ കൈരളി TV 113 പോയിന്റിലേക്ക് എത്തിയിരിക്കുന്നു. 8-ാം സ്ഥാനത്ത് സൂര്യ മൂവീസാണ് 92 പോയിന്റ്. 9-ാം സ്ഥാനത്ത് കൊച്ചു TV 90 പോയിന്റ്. 10-ാം സ്ഥാനത്ത് ഏഷ്യാനെറ്റ് പ്ലസ് 75 പോയിന്റ്. 11-ാം സ്ഥാനത്ത് വി ചാനൽ 63 പോയിന്റ്. 12-ാം സ്ഥാനത്ത് അമൃത TV 55 പോയിന്റ്. ഇങ്ങനെയാണ് വിനോദ ചാനലുകളുടെ റേറ്റിംഗ്. ഒരുപക്ഷെ ന്യൂസ് ചാനലിൽ കുറയുന്നതിന് ആനുപാതികമായിട്ട് ഇപ്പോഴത്തെ കൂടുന്നു. കഴിഞ്ഞതിന് മുമ്പത്തെ ആഴ്ചയൊക്കെ നമ്മൾ കണ്ടത് വിനോദ ചാനലുകൾ കുറയുന്നു, ന്യൂസ് ചാനലുകൾ കൂടുന്നു. വിനോദ ചാനലുകൾക്ക് OTT വന്നതിന് ശേഷമുള്ള വലിയ ഇടിവിനെ മറികടക്കാൻ വിനോദ ചാനലുകൾക്ക് കഴിഞ്ഞിട്ടില്ല എന്നുള്ളത് ഈ ആഴ്ചയും നമുക്ക് മുമ്പിൽ കിടക്കുന്ന പോയിന്റ് നില മനസ്സിലാക്കി തരും. അതേസമയം ന്യൂസ് ചാനലുകളിൽ ഈ പറഞ്ഞ പോലെ കുറയുന്നതിൻ്റെ ചെറിയൊരു വിഹിതം വിനോദ ചാനലുകൾക്ക് കിട്ടുന്നു എന്ന് വേണം കരുതാൻ. എന്തായാലും മൊത്തത്തിൽ ചാനലുകൾക്ക് തുടർച്ചയായ 2-ാമത്തെ ആഴ്ചയും അത്ര നല്ല മുന്നേറ്റമല്ല.
ഇറക്കമാണ് ഉണ്ടായിട്ടുള്ളത് എന്നുള്ളതാണ് ശ്രദ്ധേയമായ കാര്യം. അടുത്ത ആഴ്ച എങ്ങനെയായിരിക്കുമെന്ന് നമുക്ക് അറിയാൻ കാത്തിരിക്കാം. ഇന്നത്തെ ഈ റേറ്റിംഗ് വിശകലനം ഇവിടെ അവസാനിപ്പിക്കുകയാണ്. നന്ദി, നമസ്കാരം.